സെക്രട്ടേറിയറ്റിലെ വിദ്യാർത്ഥി സമരത്തിനിടയ്ക്കുള്ള ഒരു ദൃശ്യമാണ്. മുൻ മന്ത്രി കെ രാജൻ വിദ്യാർത്ഥി പ്രതിഷേധം പിരിച്ചുവിടാൻ പോലീസ് ചെളിവെള്ളം പ്രയോഗിക്കുന്ന സന്ദർഭത്തിൽ ഒരു നേതാവ് എന്താകണമെന്ന് ആ ദൃശ്യം നിങ്ങൾക്ക് മുന്നിൽ തെളിയിക്കും. അവരെ പറഞ്ഞു വിട്ടിട്ട് എവിടെയെങ്കിലും പതുങ്ങിയിരുന്ന് പരിക്ക് പറ്റുമ്പോൾ ക്യാമറ ഷൂട്ടുമായി വരുന്നവരല്ല ഇടതുപക്ഷ നേതാക്കന്മാർ. ആ ചെറുപ്പങ്ങൾക്കൊപ്പമുണ്ടാകും അവരുടെ ഇടയിൽ തന്നെ. ജലപീരങ്കി പ്രയോഗിച്ചിട്ടും അക്രമാസക്തരാവാതെ ഞങ്ങൾ ആളുകളെ മാറ്റുകയും 2 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. എന്റെ ശരീരത്തിനുൾപ്പെടെ അടിച്ച ഈ വെള്ളം ചെളിവെള്ളം കയറ്റിയ വെള്ളമാണ്, ചൊറിച്ചിലുണ്ടാക്കുന്ന വെള്ളമാണ്. വർഗീയവാദികളോട് പോലും ക്രിമിനലുകളോട് പോലും ചെയ്യാത്ത കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെ കഴിഞ്ഞ 10 വർഷത്തിനിടയിലുള്ള സമരത്തിനിടയിൽ ഇതുപോലൊരു ദൃശ്യത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതിനുശേഷം ആശുപത്രിയിലേക്ക് നീണ്ട നിരയുമായിട്ടുള്ള ഫോട്ടോഷൂട്ടുകൾ അരങ്ങേറുന്നു. പിന്നീട് പുറത്തു നിൽക്കുന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിത്തെറിക്കുന്നു. ഇതൊക്കെയാണ് കാഴ്ചകൾ. ഇതങ്ങനെയല്ല. ഇന്നിപ്പോ PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അത് നടപ്പാക്കാൻ തീരുമാനിച്ച സർക്കാരിനെതിരെ പ്രതിഷേധവുമായി AISF-ഉം AIYF-ഉം രംഗത്തെത്തി. ആ സമരത്തിന്റെ ഉദ്ഘാടകൻ കെ രാജൻ MLA ആയിരുന്നു. വന്നപ്പോൾ ജലപീരങ്കി, പിന്നെ മാറി നിന്നില്ല, മുണ്ടും മടത്ത് കെട്ടി അവർക്കൊപ്പം നിന്നു. ആ ജലപീരങ്കി അദ്ദേഹവും ഏറ്റുവാങ്ങി. അതിനുശേഷം അവിടെയും അവസാനിപ്പിച്ചില്ല, സഭയിൽ പോയി ഈ വിഷയം ഗൗരവതരമായി ഉന്നയിച്ചു. ഒരു സാമാജികന് നേരെ അങ്ങനെയൊന്നും ഉണ്ടായാൽ എന്റെ അഭിപ്രായം ഒന്ന് കേൾക്കാൻ അങ്ങ് അവസരം തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അത്രേ ഉള്ളൂ. ഒരു ജനാധിപത്യമാണ് സാർ, ഒരു ജനാധിപത്യമാണ്. AIYF-ഉം AISF-ഉം ഇന്ന് സംഘടിപ്പിച്ച നിയമസഭാ മാർച്ചിൽ 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചതിന് ശേഷമാണ് സാർ അതിന്റെ ഉദ്ഘാടകൻ എന്ന നിലയിൽ ഞാൻ അവിടെ എത്തുന്നത്. ഞാൻ അവിടെയുള്ള പോലീസുകാരോട് അവരെല്ലാം പിന്നെ ഏതെല്ലാം വിധത്തിൽ കാര്യങ്ങൾ സംസാരിച്ചാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. സാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ, ഞാൻ ഉദ്ഘാടനം കഴിഞ്ഞ് ഞാൻ അവിടെ നിൽക്കുമ്പോഴാണ് 3ാമത്തെ തവണ ജലപീരങ്കി പ്രയോഗിക്കുന്നത്. ജലപീരങ്കി വന്നുകൊണ്ടൊന്നും പേടിക്കാനില്ല സാർ. ജലപീരങ്കി പ്രയോഗിക്കാം, ടിയർ ഗ്യാസ് പ്രയോഗിക്കാം, സ്മോക്ക് പമ്പ് പ്രയോഗിക്കാം, വെടിവെക്കാം. അതൊന്നും പേടിക്കുന്നവരല്ല സാർ ഞങ്ങള്. പക്ഷേ ഈ വിധത്തിൽ ഒരു കലക്കുവെള്ളം അടിക്കുമ്പോ പെൺകുട്ടികൾ ഉൾപ്പെടെ അവിടെ നിന്നവരുടെ ചുരിദാർ ഉൾപ്പെടെ കളർ മാറി അവരുടെ മുഖത്തും വായിലും ഈ വെള്ളമാണ് പോയത് സാർ. എന്ത് പ്രതിരോധ പ്രവർത്തനം നേരിട്ടോട്ടെ, ഒരു പ്രയാസവും ഞങ്ങൾക്ക് ഉണ്ടാവില്ല. അതൊക്കെ രണ്ടും കേട്ടാണ് സാർ ഞങ്ങൾ വന്നത്. കണ്ടില്ലേ? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഡിജിറ്റൽ വിപ്ലവം കൂടി വന്നപ്പോൾ, മൊബൈൽ ഫോണുകൾ കൂടി റിയാലിറ്റി ആകുമ്പോൾ, ഈ 10 വർഷത്തിനിടയിൽ നിങ്ങൾ കണ്ട ദൃശ്യങ്ങളിൽ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഒരു ദൃശ്യമുണ്ടായിരുന്നു? അവിടെയാണ് ചെറുപ്പക്കാരെ പോലീസുകാർക്ക് മുന്നിൽ എറിഞ്ഞുകൊടുത്തതിന് ശേഷം അവരെ നോക്കാൻ വന്ന് ക്രെഡിറ്റ് അടിക്കുന്ന നേതാവിന്റെ ലേബലിലല്ല ഇടതുപക്ഷക്കാർ. അവർക്കൊപ്പം അവരുടെ ഇടയിൽ സമരത്തിനുണ്ടാകും. ആ സമരങ്ങളെ മുന്നിൽ നിന്ന് തന്നെ നയിക്കും. അവിടെ ക്യാമറ ഫോട്ടോഷൂട്ട് അല്ല, മാധ്യമങ്ങൾ ഷൂട്ട് ചെയ്ത് പുറത്തേക്ക് വിട്ട ദൃശ്യത്തിൽ നിന്നാണ് ഇതെല്ലാം പുറത്തു വന്നത്.
അല്ലാതെ മന്ത്രി കെ രാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രത്യക്ഷപ്പെട്ടതല്ല. ചാനൽ ക്യാമറകളെല്ലാം ഉണ്ടായിരുന്ന സന്ദർഭത്തിലാണ് ഈ ഇടപെടൽ ഉണ്ടായത്. കേരളത്തിൽ PR ക്യാമറക്കാരെ നിർത്തിക്കൊണ്ട് ഫോട്ടോഷൂട്ട് നടത്തി പുറത്തേക്ക് വിടുന്നതും സ്വാഭാവികമായി പുറത്തു വരുന്നതും രണ്ടും രണ്ടാണ്. ആ നിലയ്ക്ക് മന്ത്രി കെ രാജൻ നടത്തിയ ഇടപെടൽ ഒരിക്കലും ക്രെഡിറ്റിന് വേണ്ടിയായിരുന്നില്ല. ആ സന്ദർഭത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് പുറത്തേക്ക് വന്നു, ജനം കാണുന്നു. ആ പ്രവൃത്തിയാണ് ആത്മാർത്ഥമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം. ക്യാമറകൾക്ക് മുന്നിലൂടെ ഷോ കാണിച്ച് വളരലല്ല. സ്വന്തം പാർട്ടിയിലെ യുവജന വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസിന്റെ ഒരു അതിക്രമം അരങ്ങേറുമ്പോൾ അതിനു നേരെ അവർക്കൊപ്പം നിന്ന് പ്രതികരിക്കുന്ന ശൈലി, അതാണ് ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കഞ്ഞിക്കുഴി സ്റ്റൈലല്ല ഇടതുപക്ഷ ശൈലി എന്ന് തെളിയിക്കുന്ന സന്ദർഭം.